നിങ്ങൾക്ക് മറ്റൊരു സമയത്തേക്ക് എത്തിയതുപോലെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ ചുറ്റുമുള്ള ലോകം പെട്ടെന്ന് മാറിയതുപോലെ തോന്നിയിട്ടുണ്ടോ? കുറച്ച് സമയത്തേക്ക് നിങ്ങൾ പ്രസന്റിൽ ഇല്ലാത്തതുപോലെ, അതായത് കുറച്ചു നേരത്തേക്ക് നിങ്ങൾ പാസ്റ്റിലേക്ക് പോയ പോലെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഞങ്ങൾ ടൈം സ്ലിപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് അവകാശപ്പെടുന്ന ആളുകളുടെ കഥകളെ പറ്റിയാണ്. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് എന്താണ് ടൈം സ്ലിപ്പ് എന്നും ടൈം സ്ലിപ്പും ടൈം ട്രാവലും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ടൈം ട്രാവലിനെ പറ്റി ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ടൈം ട്രാവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഡിവൈസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മുടെ അറിവോടുകൂടി മനഃപൂർവ്വം പാസ്റ്റിലേക്കോ ഫ്യൂച്ചറിലേക്കോ പോകുന്നതിനെയാണ്. എന്നാൽ ടൈം സ്ലിപ്പ് അങ്ങനെയല്ല. ഇതിൽ നമ്മൾ അറിയാതെ ഒരു ഉപകരണവും ഉപയോഗിക്കാതെ പോകുന്നതാണ്. ഇതാണ് ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം. വർഷം 1901. ഫ്രാൻസിലെ വെർസൈൽസ് കൊട്ടാരം കാണാനായി ആനി മൊബെർലി, എലനേർ ജോർഡെയിൻ എന്നീ 2 ബ്രിട്ടീഷ് വനിതകൾ വന്നു. അവർ അവിടുത്തെ ഗാർഡനിലൂടെ നടക്കുകയായിരുന്നു. ആ സമയത്താണ് അവർ ഒരു കാഴ്ച കണ്ടത്. 18-ാം നൂറ്റാണ്ടിലെ വസ്ത്രം ധരിച്ച ആളുകൾ അതിലൂടെ നടന്നു പോകുന്നു. അതുമാത്രമല്ല, അവർ ഫ്രാൻസിലെ അന്നത്തെ രാജ്ഞിയായ മേരി ആന്റോണിയറ്റയെയും കണ്ടിരുന്നു എന്ന് പറയുന്നു. അവർ 1901 നിന്നും 1780 ടൈം സ്ലിപ്പായി എന്ന് അവർ വിശ്വസിക്കുന്നു. ഇത് അവരുടെ തോന്നലാണോ യാഥാർത്ഥ്യമാണോ എന്ന് ആർക്കും അറിയില്ല. അത് ഇന്നും ചുരുളഴിയാതെ കിടക്കുന്നു. രണ്ടാമത്തെ കഥ നടക്കുന്നത് ഇംഗ്ലണ്ടിലെ ലിവർപൂൾ എന്ന സ്ഥലത്താണ്. വർഷം 1996. ഫ്രാങ്ക് എന്നയാൾ ലിവർപൂൾ നഗരത്തിലൂടെ തന്റെ കാർ ഓടിച്ചു പോകുകയായിരുന്നു. പെട്ടെന്ന് തന്റെ ചുറ്റുപാടിൽ എന്തൊക്കെയോ മാറ്റം വന്നതായി അയാൾ ശ്രദ്ധിച്ചു. 1950കളിലെ പോലെ തോന്നിക്കുന്ന ഒരു തെരുവിൽ എത്തിയതുപോലെ അയാൾക്ക് തോന്നി. 1950ലെ വാഹനങ്ങൾ, ആളുകൾ, എന്തിനു പറയുന്നു 1950കളിൽ പ്രദർശിപ്പിച്ചിരുന്ന പരസ്യങ്ങൾ വരെ അയാൾ കണ്ടു എന്ന് പറയുന്നു. തനിക്ക് എന്ത് പറ്റിയെന്നറിയാതെ ഫ്രാങ്ക് അവിടെ തന്നെ ഇരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ എല്ലാം പഴയ പോലെയായി. അയാൾ തിരികെ 1996ലേക്ക് തന്നെ വന്നു. ഇതെല്ലാം താൻ ഹാലോസിനേറ്റ് ചെയ്തതാണോ അതോ താൻ ശരിക്കും ടൈം ട്രാവൽ ചെയ്തതാണോ എന്ന കാര്യം അയാളെ ആശങ്കയിലാക്കി. ലിവർപൂളിൽ ഇത് ഇടയ്ക്കിടെ സംഭവിക്കാറുണ്ട് എന്ന് അവിടുത്തെ ആളുകൾ പറയുന്നു. പാസ്റ്റിലെ ആളുകളുമായി താൻ സംസാരിച്ചിട്ടുണ്ട് എന്ന് വരെ ചിലർ പറയുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ എല്ലാം കാരണം എന്താണ്? ഇതിനായി നിരവധി വിശദീകരണങ്ങൾ ഗവേഷകർ പറയുന്നുണ്ട്. ഒരുപക്ഷെ ഇത് നമ്മുടെ മെട്രിക്സിലെ ഒരു ഗ്ലിച്ചാണ് എന്ന് പറയുന്നു. സിമുലേഷൻ തിയറിയിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ഇങ്ങനെ പറയുന്നത്. എന്താണ് സിമുലേഷൻ തിയറി എന്നത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. വേറെ ചിലർ പറയുന്നത് പാരലൽ യൂണിവേഴ്സുകൾക്കിടയിൽ ഉണ്ടാകുന്ന ടെമ്പററി ഓവർലാപ്പ് ആയിരിക്കും എന്നാണ്. എന്താണ് പാരലൽ യൂണിവേഴ്സ്? ഇതിനെപ്പറ്റി ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കാണുക. എന്നാൽ വേറെ ചിലർ പറയുന്നത് ഭൂമിയിലെ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ടായിരിക്കാം എന്നും, അതുമല്ലെങ്കിൽ നമ്മുടെ തലച്ചോറ് തോന്നിക്കുന്ന ഒരു ഇല്യൂഷൻ ആയിരിക്കാം എന്നും പറയുന്നു. ഇതിനുള്ള വ്യക്തമായ കാരണം ഇന്നും അജ്ഞാതമാണ്. ഒരുപക്ഷെ ഇതെല്ലാം കെട്ടിച്ചമച്ച കഥകളായിരിക്കും. നിങ്ങൾക്ക് ഇതുപോലെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിലേക്ക് മെസ്സേജ് അയയ്ക്കുക. ഇതാണ് എൻ്റെ ID. അത് ഞാൻ വീഡിയോ ആയി ചെയ്യുന്നതായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.